ഈ വർഷം തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ് നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ അത്രയും അധികം റിസ്ക് എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്വകാര്യ കെട്ടിടത്തിൽ തുടങ്ങിയത്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളായി അങ്ങാടിപ്പുറത്തെ ബഡ്സ് സ്കൂൾ മാറും. 6-7 വർഷത്തെ ഞങ്ങളെ സ്വപ്നമാണ്. ഞങ്ങൾ ബഡ്സിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കവേ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. മഞ്ഞളാംകുഴി അലി MLA സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റാവുന്ന രീതിയിലാണ് 3 കോടി രൂപ ചിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണം പരിയാപുരത്ത് പുരോഗമിക്കുന്നത്. ഈ ഭരണകാലഘട്ടം പരിസമാപ്തിയിലെത്തുന്നതിന് മുൻപ് ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണം പൂർത്തിയായി പ്രവർത്തനം തുടരാനാകില്ലെന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷി കുട്ടികൾക്കായി താൽക്കാലിക കെട്ടിടത്തിൽ ബഡ്സ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. താഴെ അരിപ്ര മുനവറുൽ ഇസ്ലാം മദ്രസ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബഡ്സ് സ്കൂളിന്റെ ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലി MLA നിർവഹിച്ചു. ഈ മക്കളെ പോറ്റാൻ വളർത്തുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന വളരെ വലിയൊരു കാര്യമാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ രക്ഷിതാക്കൾ ഇതേപോലെ മക്കളുടെ രക്ഷിതാക്കൾ ഒരു സംശയം കൂടാതെ നിങ്ങൾക്ക് മരിച്ചുപോയ സ്വർഗത്തിൽ തന്നെയായി. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഈ മക്കളെ വളർത്തുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഈ കുട്ടികളെ വളർത്തുന്ന ബുദ്ധിമുട്ടുകൾ. ഒരു സമയത്ത് അവരോടൊന്നും ദേഷ്യം പിടിക്കാതെ ചിലപ്പോൾ വളരെ ചെറിയ ഒച്ചക്കിടുന്നല്ലാതെ അവരെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന ഉമ്മമാരാണത് കൂടുതൽ ചെയ്യുക, അമ്മമാരാണത് കൂടുതൽ ചെയ്യുക. അവർക്കുള്ള ഒരു വലിയ കഴിവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. ബഡ്സ് സ്കൂൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന രൂപത്തിൽ ഈ വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കണമെന്ന ഭരണസമിതിയുടെ ഉറച്ച തീരുമാനമാണ് താൽക്കാലിക കെട്ടിടത്തിൽ ബഡ്സ് സ്കൂൾ ആരംഭിക്കാനുള്ള കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചർ പറഞ്ഞു. നമ്മുടെ പെർമനന്റ് കെട്ടിടം ഉടനെ തന്നെ ആവും. ആ സ്ഥിതിക്ക് ഇവിടുന്ന് മാറും ചെയ്യും. അതുപോലെ അപ്പോൾ അത് ഈ വർഷം തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ് നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ അത്രയും അധികം റിസ്ക് എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്വകാര്യ കെട്ടിടത്തിൽ തുടങ്ങിയത്. അപ്പോൾ അതിന് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ബഡ്സ് സ്കൂൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെല്ലാ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ ഭിന്നശേഷിക്കാരെയും പരിഗണിക്കും, അവരുടെ രക്ഷിതാക്കൾക്കും കൂടി ഉതകുന്ന രീതിയിലുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തികൾ തുടരുകയാണെന്ന് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. പരിയാപുരത്തെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായാൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂളായി അങ്ങാടിപ്പുറത്തെ ബഡ്സ് സ്കൂൾ മാറും. ഇന്നിവിടെ തുടക്കം കുറിച്ച സ്കൂൾ അത് താൽക്കാലികമാണ്. അത് പരിയാപുരത്തേക്ക് മാറ്റി നല്ല രീതിയിൽ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അവിടെ തൊഴിലടക്കമുള്ള സംവിധാനങ്ങൾ കൊടുക്കുവാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാലങ്ങളായുള്ള ആവശ്യം പഞ്ചായത്ത് ഭരണസമിതി യാഥാർത്ഥ്യമാക്കി നൽകിയതിന്റെ സന്തോഷത്തിലാണ് ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾ. ഞങ്ങളെ ഭിന്നശേഷി കുട്ടികളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ് നടന്നു പോയത്. കാരണം നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ട് നമ്മളെ പഞ്ചായത്ത് നമ്മളെ കൂടെ നിന്നുകൊണ്ട് താൽക്കാലിക കെട്ടിടത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ ബഡ്സിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇവിടെ വെച്ചിപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും നമ്മളെ കാര്യങ്ങൾ. ഇനി ഞങ്ങളെ കുട്ടികളെ കൊടുന്നാക്കാൻ ഞങ്ങൾക്ക് സ്ഥിരം ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓരോ കുട്ടികളും പല സ്ഥലങ്ങളാണ് പോയിരുന്നത്. പല പഞ്ചായത്തുകളിലും പല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് മുതൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം വന്നു. അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് ഏറെയുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളെ ഒരു 6-7 വർഷത്തെ ഞങ്ങളെ സ്വപ്നമാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞങ്ങളെ കുട്ടികളെയും കൊണ്ട് വന്നിരിക്കാനുള്ള ഒരു സ്പേസ് തന്നെ. അപ്പോൾ പഞ്ചായത്തുമായിട്ടുള്ള നിരന്തരമായ ഞങ്ങളുടെ ഞങ്ങൾ പോയിട്ട് പറയാനും പിന്നെ അവർ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒപ്പം തന്നെ അവരുണ്ടായിരുന്നു പഞ്ചായത്തിൽ. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഇന്ന് മുതൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. വാടക കെട്ടിടത്തിലാണെങ്കിലും അപ്പോൾ അതിനേക്കാളും വലിയ സൗകര്യങ്ങളോട് കൂടിയുള്ള കെട്ടിടത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒരു ഭിന്നശേഷി രക്ഷിതാവ് എന്നുള്ള നിലക്ക് വളരെ ആത്മസംതൃപ്തിയോടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ അതായത് ചിരകാല സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് ബഡ് സ്കൂൾ കാണുന്നുള്ളത്. അത് നല്ല രീതിയിൽ പ്രവർത്തനം ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ചടങ്ങിൽ പ്രസിഡന്റ് സയ്യിദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, അധ്യാപികയായ സാന്ദ്ര, സലീന താണിയൻ, സുനിൽ ബാബു വാക്കാട്ടിൽ, ഫൗസിയ തവളേങ്ങൽ, ഹാരിസ് കളത്തിൽ, ഷൈനി, റഷീദ് കാക്കാട്ടിൽ, കോരാടൻ റംല, ICDS സൂപ്പർവൈസർ അദീന, ജസീന അങ്കക്കാടൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.
ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ. BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.